പ്രിയമുള്ളവരെ, കർണാടകയിൽ SIR 2026 നടപ്പാക്കി വരികയാണല്ലോ. ജൂൺ മാസം 30 മുതൽ ജൂലൈ 29 വരെയാണ് BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരിക. എന്താണ് SIR? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് പറയുക. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് SIR എന്ന് പറയുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സമഗ്രമായ പരിശോധനയും പുതുക്കലുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുക. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതാണ്: നിലവിലുള്ള വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുക, മരിച്ചുപോയവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക, ഒരാൾക്ക് 2 വോട്ടർ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക, അഡ്രസ്സുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് SIR നടപ്പാക്കുന്നത്. 2002 രാജ്യവ്യാപകമായിട്ട് SIR നടപ്പാക്കിയിരുന്നു. 2002 ശേഷം 2024 വരെയും സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടന്നിട്ടുണ്ട്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, മരിച്ചുപോയവരുടെ പേര് വെട്ടിക്കളയുക എന്നൊക്കെ നടപ്പാക്കിക്കൊണ്ട് വന്നിരുന്നു. എന്നിരുന്നാലും പലർക്കും പല സ്ഥലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യമാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ SIRലെ പൂർണ്ണ വിവരങ്ങൾ BLOമാർ വരുമ്പം നമ്മൾ കൊടുക്കണം. BLO വീടുകളിൽ വരുമ്പോൾ എനിമറേഷൻ ഫോം എന്ന് പറയുന്നൊരു ഫോം തരും. ആ ഫോമിൽ പൂരിപ്പിക്കാനുള്ള കോളങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് പൂരിപ്പിക്കണം. നമുക്കറിയില്ല എങ്കിൽ BLOമാരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ സഹായം തേടിക്കൊണ്ട് പൂരിപ്പിക്കാവുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളാരും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. SIR നടന്നു കഴിയുമ്പോൾ പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനോടകം പല സംസ്ഥാനങ്ങളിൽ അത് നടന്നു. ബീഹാറിലും വെസ്റ്റ് ബംഗാളിലുമൊക്കെ ഒത്തിരിയേറെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയതായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മളെല്ലാവരും BLOമാർ വരുമ്പോൾ വീടുകളിൽ ഉണ്ടാകണം. ഇനി BLOമാർ വരുമ്പം വീടുകളിൽ ഇല്ല എങ്കിൽ പോലും നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ആരാണ് എന്ന് കണ്ടുപിടിച്ച് നമ്മുടെ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട്, നമ്മുടെ വീടുകളിൽ BLOമാർ വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ചില രേഖകളുണ്ട്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റും 2025 വോട്ടേഴ്സ് ലിസ്റ്റും തമ്മിൽ മാപ്പിംഗ് വരണം. 2002 നമ്മുടെ പേരില്ല എങ്കിൽ, ഒരുപക്ഷെ 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ, എനിമറേഷൻ ഫോമിൽ പൂരിപ്പിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ അത് കൃത്യമായിട്ട് പൂരിപ്പിക്കുകയും ആവശ്യമെങ്കിൽ ഈ രേഖകൾ ചോദിച്ചാൽ അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ജൂലൈ 29 വരെയാണ് ഈ പ്രക്രിയ നടക്കുക. ചുരുങ്ങിയത് 3 തവണയെങ്കിലും BLOമാർ നമ്മുടെ വീടുകളിൽ വരണം നമ്മളെ കണ്ടില്ല എങ്കിൽ. ഒരു പക്ഷേ 29 എനിമറേഷൻ ഫോം നമ്മൾ പൂരിപ്പിച്ച് കൊടുത്തില്ല എങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ വോട്ട് ചെയ്തു, വോട്ടർ ID കാർഡ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും എനിമറേഷൻ ഫോം നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ സമ്മതിദാനാവകാശം നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ആവശ്യമാണത്. അതുകൊണ്ട് എനിമറേഷൻ ഫോം ജൂലൈ 29 അതാത് BLOമാർ വരുമ്പോൾ വേണ്ട പോലെ നിങ്ങൾ സഹകരിച്ച് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം. നമ്മുടെയൊക്കെ ആവശ്യമാണ് നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ രൂപതയിലെ ഒരു ആൾ പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരസ്പരം സഹായിച്ച് അത് കൃത്യമായിട്ട് ഓരോരുത്തരും പേരുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതേപോലെ തന്നെ വിദേശത്ത് പോയിരിക്കുന്നവരോ ജോലിക്ക് പോയിരിക്കുന്നവരോ വീടുകളിൽ ഇല്ലാത്തവരോ ആകാം. അവരുടെ വേണ്ട ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ കരുതി വയ്ക്കുകയും അവർക്ക് വേണ്ടി നിങ്ങൾ എനിമറേഷൻ ഫോം പൂരിപ്പിച്ച് ഒപ്പോടുകൂടി കൊടുക്കാവുന്നതാണ്. ഒപ്പോടുകൂടി കൊടുക്കുമ്പോൾ എന്താണ് ആ ബന്ധം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന്,
മകൻ്റെ ഡീറ്റെയിൽ, വിദേശത്തായിരിക്കുന്ന മകൻ്റെ ഡീറ്റെയിൽ അപ്പനാണ് കൊടുക്കുന്നതെങ്കിൽ ഫാദർ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി ഒപ്പിടാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. 2002 വോട്ടേഴ്സ് ലിസ്റ്റും 2025 വോട്ടേഴ്സ് ലിസ്റ്റും തമ്മിൽ മാപ്പിംഗ് ആകണം. ഇതിനോടകം തന്നെ നമ്മുടെ BLOമാർ പല സ്ഥലങ്ങളിലും മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഇനി നടത്താത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഉദാഹരണത്തിന് 2002 നമ്മൾ വേറെ ഒരു സ്ഥലത്താണ് വോട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലമായിരുന്നു നമ്മുടെ നിയമസഭാ മണ്ഡലം. ഉദാഹരണം, അത് കൂടുതലും ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. വിവാഹിതരായ സ്ത്രീകൾ വിവാഹത്തിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. അപ്പം അതുകൊണ്ട് 2002 എവിടെയായിരുന്നോ നിങ്ങൾ വോട്ട് ചെയ്തിരുന്നത്, ആ മത്തഗട്ടെ, ആ വോട്ടിംഗ് ബൂത്തിൻ്റെ നമ്പറും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതാത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിലും എന്യൂമറേഷൻ ഫോമിൽ പൂരിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 2002 നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, 18 വയസ്സ് പൂർത്തിയായില്ല എങ്കിൽ അത് എന്യൂമറേഷൻ ഫോമിൽ ചോദിച്ചിട്ടുണ്ട്, അത് പൂരിപ്പിക്കുകയും നിങ്ങളുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽ കാര്യങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളുടെ ബൂത്ത് ഏതാണ് അതും കൂടെ കൊടുത്ത് അത് മാപ്പിംഗ്, ലിങ്കിങ് നടത്തണമെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. 2025-ൻ്റെയും 2002-ൻ്റെയും വോട്ടേഴ്സ് ലിസ്റ്റ് മാപ്പിംഗ് വരുത്താനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജൂലൈ 29 വരെയുള്ള BLOമാരുടെ വീടുകൾ സന്ദർശിച്ചുള്ള എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കലിന് ശേഷം ഓഗസ്റ്റ് 5 ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കരട് പട്ടിക അവർ പുറത്ത് വിടുമ്പോഴത് നമ്മുടെ BLOമാരുടെ കയ്യിൽ കാണും. അതല്ല എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതാത് BLOമാരുടെ അടുത്ത് സമീപിച്ച് ചോദിക്കണം നമ്മുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇല്ല എങ്കിൽ BLOമാർ നമ്മൾ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ടും പേരില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് നോട്ടീസ് അയക്കും ഡീറ്റെയിലുകൾ ചോദിച്ചുകൊണ്ട്. ആ ഡീറ്റെയിലുകൾ കൊടുക്കാനുള്ള സമയവും കാലാവകാശവുമാണ് ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള സമയം. ഈ സമയം നമ്മളത് കൊടുക്കണം. ഒരു പക്ഷേ നമ്മൾ BLOമാർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചില്ല എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും നോട്ടീസ് നമുക്ക് അയക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കുകളോ മാപ്പിങ്ങിലോ ലിങ്കിങ്ങിലോ വരുന്നുണ്ടെങ്കിൽ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് നോട്ടീസ് അയക്കുകയുള്ളൂ. ആ നോട്ടീസ് അനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളോ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ അന്നേരം കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു കാലയളവ് അതാണ് ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 4 വരെയും തിരുത്തലുകളും ആക്ഷേപണങ്ങളും ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു സമയമാണ്. അതിനുശേഷം സെപ്റ്റംബർ 4 ശേഷം വീണ്ടും ഫൈനൽ പട്ടിക തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ആരുടെയൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം ഓഗസ്റ്റ് 7 അന്തിമ പട്ടിക പുറത്തിറക്കും. ഈ ഓഗസ്റ്റ് 7 ഇറക്കുന്ന അന്തിമ പട്ടികയിൽ നമ്മുടെ ലിസ്റ്റ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 2-3 മാസം ഈ ഒരു കാര്യത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. നമ്മൾ ഓരോരുത്തരും അവെയർ ആകണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മൾ അവെയർ ആക്കുകയും ചെയ്യണം. BLOമാരുണ്ട്, അവരെ സഹായിക്കുന്നവരുണ്ട്, കൂടാതെ നമ്മുടെ ബൂത്ത് ലെവൽ പാർട്ടി പ്രവർത്തകരുണ്ട്. അവരൊക്കെ നമ്മുടെ രൂപതയിലെ അംഗങ്ങളാരും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടിരുന്നു. ബംഗാളിൽ നിന്ന് ഒത്തിരിയേറെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി. അപ്പോഴവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നിർത്തലാക്കപ്പെടുമെന്നുള്ള കാര്യം. ഇത് ഭാവിയിൽ നമ്മുടെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പുറത്തു പോയാൽ. അതുകൊണ്ട് SIR 2026 നമ്മളെല്ലാവരും പങ്കാളികളാകുകയും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കുകയും അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തരുന്ന നോട്ടീസിന് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉത്തരം കൊടുക്കുകയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് ചേർക്കപ്പെടുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമ്മതിദാന അവകാശം അല്ലെങ്കിൽ പൗരത്വം സംരക്ഷിക്കുക, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കുക, അതിന് നീതി പുലർത്തുക എന്നതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. അതെല്ലാവരും സഹകരിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്.